മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കാരണഭൂതൻ അയ്യപ്പ സംഗമം നടത്തി പ്രഖ്യാപിച്ചു ശബരിമലയിൽ എല്ലാം ശരിയാക്കുമെന്ന്. ശബരിമലയിൽ ഒന്നും ശരിയായിട്ടില്ല. 15 മണിക്കൂറിലധികമായി ഭക്തജനങ്ങൾ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ക്യൂ നിൽക്കുകയാണ്. ഇന്നലെ തന്നെ ഒരു 58 വയസ്സുകാരി ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ ആരെ കൊണ്ട് സാധിക്കും? അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പണി ഉപേക്ഷിച്ച് പോകുന്നതല്ലേ നല്ലത്? ഇവിടെ ശബരിമലയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കാര്യങ്ങൾ വളരെ രൂക്ഷമാണ്. കാര്യം ശരണമന്ത്രവും ജപിച്ചു വരുന്നവരാണ്. അവർ അക്രമത്തിലേക്ക് തിരിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവരെ അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ശക്തികൾ, പ്രേരിപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ളത്. ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ട്. ഏകദേശം യാത്രയും യാത്രാ സൗകര്യങ്ങളും ഗവൺമെൻറ് ബാക്കി എല്ലാ ഏജൻസികളുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുടിവെള്ളം, ട്രാഫിക്കിൻ്റെ ജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഉണ്ടായ പരാജയം, ഈ തിരക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനകത്തുണ്ടായ പരാജയം, ഇവർക്ക് ആവശ്യത്തിനുള്ള വിശ്രമ സങ്കേതങ്ങൾ ഒരുക്കുന്നതിനുള്ള പരാജയം, അങ്ങനെ ഒരു തികഞ്ഞ ഒരു പരാജയമായിട്ട് ഈ തീർത്ഥാടനകാലം തുടങ്ങുകയാണ്. ഇന്നലെ ഈ ദേവസ്വം പ്രസിഡന്റിൻ്റെ വാക്ക് തന്നെ, ബോർഡ് പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ 2-ാം തീയതി വൃശ്ചികം 2-ന് ഇത്രയും തിരക്ക് ഒരിക്കലും ശബരിമലയിൽ കണ്ടിട്ടില്ല. പലരും ഈ വിവാദങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ശബരിമലയിലെ തിരക്ക് കുറയും, വരുമാനം കുറയും എന്നൊക്കെയാണ് പലരും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ അഭൂതപൂർവമായ തിരക്കും അസൗകര്യങ്ങളും അവിടെ കൂടി വരുന്നുണ്ട്. കൂടാതെ പ്രകൃതി തന്നെ മഴയുമായിട്ട് മല്ലിടുന്നത് വേറൊരു രീതിയാണ്. ആവശ്യത്തിനുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഇനി അവിടെ എത്തിച്ചിട്ടില്ല എന്നാണ് അവിടുന്ന് ആ മരണത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൂടുതൽ കാര്യങ്ങൾ വഷളായി പോവുകയാണെങ്കിൽ ജനങ്ങൾ കൈവിട്ടു പോകും. കാര്യം 1 ലക്ഷത്തോളം പേരാണ് ശബരിമലയിലും സന്നിധാനത്തുമായിട്ട് ഒരു സമയത്ത് ഉള്ളത്. ഇന്നലെ 2 ലക്ഷം പേര് ദർശനം നടത്തിയെന്നാണ് പറയുന്നത്. ഈ ജനക്കൂട്ടം വയലൻ്റ് ആവാതെ നോക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം പോരാ, മന്ത്രിയും മറ്റു സന്നാഹങ്ങളും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ശബരിമലയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഭക്തരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അതാണ് ഇത് ശ്രദ്ധിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ എവിടെയാണ്? അധികൃതർ എവിടെയാണ്? പോലീസ് എവിടെയാണ്? ഈ സ്വർണം മാത്രം അടിച്ചു മാറ്റാൻ കഴിവുള്ളവർക്ക് എന്തുകൊണ്ട് ഇത് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഈ ഗവൺമെന്റിനെ, ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വീണ്ടും അവിടെ തുടരാനുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് നടത്തി വന്നൊരു ഓർഡിനൻസ് തയ്യാറാക്കി വന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് കിട്ടി, ഈ പ്രസിഡന്റിനെയും വെച്ച് നമ്മൾ അടുത്ത മണ്ഡലകാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രസിഡന്റിനെ ചിലപ്പോൾ ആൾക്കാർ കൈവയ്ക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അവർ ആ ഓർഡിനൻസ് പിൻവലിക്കുന്നത്. പുതിയ പ്രസിഡന്റിന് സമയം കൊടുത്തില്ല. കാര്യം 14-ാം തീയതിയാണ് പഴയ പ്രസിഡന്റ് കാലാവധി കഴിയുന്നത്. 13-ാം തീയതിയാണ് കൊണ്ടുവന്നത്. ഇത് തമ്മിൽ 2-3 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ശബരിമലയിലെ തീർത്ഥാടനം ഒരു ചെറിയ കാര്യമല്ല. 1 മാസത്തിന് മുമ്പേ മുഴുവൻ തയ്യാറെടുപ്പുകളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ അയ്യപ്പ സംഗമത്തിൽ അങ്ങനെ അല്ലല്ലോ പ്രഖ്യാപനം. അല്ല, ആ അയ്യപ്പ സംഗമം കഴിഞ്ഞതോടെ കാര്യങ്ങളെല്ലാം മാറിയല്ലോ. അയ്യപ്പ സംഗമം കഴിഞ്ഞതോടെ ദേവസ്വം ബോർഡിലും അല്ലെങ്കിൽ അയ്യപ്പനെ നോക്കുന്നവരിലും ആരെ വിശ്വസിക്കണം എന്നുള്ള ഒരു അവസ്ഥ വിശ്വാസികളിലും പൊതുജനങ്ങളുടെ ഇടയിലും ഉണ്ടായി. അവർക്കാർക്കും ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഒരു ഉത്തരവ് ഇട്ട് കഴിഞ്ഞാൽ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാണെന്നില്ല. കാര്യം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എപ്പോഴാണ് ജയിലിലാവണമെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ പോയപ്പോഴത്തേക്ക് അങ്ങനെ ഓരോ വർഷവും ശബരിമലയിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതായി സ്വാഭാവികമായും എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് സർക്കാർ സംവിധാനത്തിന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? അവർ ഈ മുൻകരുതൽ എടുക്കാത്തതാണ്, സുരക്ഷ ക്രമീകരിക്കാത്തതാണ്, കൃത്യമായി ഈ കടത്തിവിടാത്തതെന്താണ്? ആ ക്യൂ എല്ലാം. അതായത് നമ്മുടെ ശബരിമലയിലെ ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിനേക്കാൾ പത്തനംതിട്ട ജനങ്ങൾ വരുന്ന പല ക്ഷേത്രങ്ങളും ഇന്ത്യയിലുണ്ട്. അല്ല, അപ്പോൾ ശബരിമലയിൽ മുമ്പ് ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും മറ്റ് ജില്ലകളിലെ ഭരണകൂടവും മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും അടക്കം ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുകയും ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പരാതി വരുന്നുണ്ട്. എന്താ പറയുന്നത്, അന്നദാനത്തിനെ പറ്റി പരാതി വരുന്നുണ്ട്, ക്യൂവിനെ പറ്റി പരാതി വരുന്നുണ്ട്. ഇതൊക്കെ പ്രശ്നമില്ല. ഇത് പോലീസിന്റെ മാത്രമല്ല, സംസ്ഥാന ഭരണകൂടത്തിന്റെ ആകപ്പാടെയുള്ള പിടിപ്പുകളാണ്. ദേവസ്വം മന്ത്രി രാജിവെച്ച് പുതിയ ഒരു വ്യക്തിയിലോട്ട് ഇത് എത്തിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള അതോറിറ്റി വിവാദവുമായി ബന്ധപ്പെട്ട് പേടിച്ചു പറച്ചിരിക്കുകയാണ്. തീർച്ചയായും ദേവസ്വം മന്ത്രിക്ക് അവിടെ വന്ന് ദേവസ്വം ബോർഡിൽ വന്ന് ആൾക്കാർക്ക് ഒരു ഉത്തരവ് കൊടുക്കാനുള്ള ഒരു അധികാരവും അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു മോറൽ റൈറ്റ് ഇല്ലാത്ത ഒരു രീതിയിലോട്ടാണ് പോയത്. തികഞ്ഞ അരാജകത്വമായിരുന്നു ഈ കഴിഞ്ഞ 1 മാസം ശബരിമലയിൽ ഉണ്ടായിരുന്നത്.
ഈ വിവാദം ഉണ്ടായ സമയത്ത് തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാറ്റി ശക്തനായ മറ്റൊരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി വെച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്ക് കുറേയെല്ലാം ഒരു അയവുണ്ടാകുമായിരുന്നു. അതുപോലെ പോലീസിനും ഗവൺമെന്റിന് വിശ്വസ്തരായ ആൾക്കാരെ, ഗവൺമെന്റിന് വിശ്വാസമുള്ള ആൾക്കാരെ ഭക്തജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥയിലോട്ട് പോയി. അപ്പം ഒരു ടോട്ടൽ ഒരു ഫെയിലുവറാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, ദുരന്തങ്ങളൊന്നും അവിടെ ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് ഇതൊരു ഏറ്റവും കഴിവുകെട്ട ഒരു സർക്കാരിന്റെ ഏറ്റവും കഴിവുകെട്ട ഒരു പ്രകടനമാണ്. കളരിയായത് മാറിയല്ലോ. ഏതാ നാഥനില്ല കളരിയ, അതാണ് ഏറ്റവും കഴിവുകെട്ട ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും കഴിവുകെട്ട ഒരു പ്രകടനം നടത്തുന്ന ഒരു സ്ഥലമായിട്ട് ശബരിമല മാറി എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങൾക്ക് മുമ്പ് പോലും നമ്മൾ നാണം കെടുന്ന ഒരു അവസ്ഥയിലാണ്. അല്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ പറയും പോലെ വലിയ അപകടത്തിലേക്ക് ആ മണ്ണിനെ എത്തിക്കാൻ കഴിയുമോ? ഇതിന്റെ എങ്ങനെ ചെയ്യും? കൃത്യമായ ഇടപെടൽ, കോടതിയുടെ ഇടപെടലാണോ? കോടതിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കോടതിക്ക് ഓർഡർ ഇടാനും മോണിറ്റർ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. അവിടെ ചെന്ന് ക്രമസമാധാനം നിയന്ത്രിക്കണമെങ്കിലും അല്ലെങ്കിൽ മോഷ്ടാക്കൾ അറസ്റ്റ് ചെയ്യണമെങ്കിലും ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ട് ആ ഇത്ര രൂപ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പോലും തയ്യാറാകാത്തൊരു ദേവസ്വം ബോർഡാണ്. ഇപ്പോൾ നമ്മൾ ഈ മുരളി തുമ്മാരുകൂടി പറയുന്നത് പോലെ അദ്ദേഹം ഒരു വിദഗ്ധനാണ്, ഈ ദുരന്തങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു വിദഗ്ധനാണ്. അദ്ദേഹം പറയും പോലെ നമ്മളെപ്പോഴും ഒരു ദുരന്തം വരാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷേ ഒരു ദുരന്തത്തിന് നമ്മൾ എപ്പോഴും വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാറില്ല. ഒരു ദുരന്തം വരുമെന്ന് കണക്കാക്കി അതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിവെൻറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഒരിക്കലും തയ്യാറാവുന്നില്ല. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെങ്ങനെ അതിനകത്ത് തീ ഉണ്ടായതിന് ശേഷം എങ്ങനെ അണയ്ക്കണമെന്ന കാര്യം നമ്മൾ ആലോചിക്കുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത്. ഇത് വളരെ കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഭക്തജനങ്ങളുടെ വളരെ മുമ്പേ ഉള്ള ആവശ്യമാണ്. ദേവസ്വം ബോർഡിൻ്റെ മൊത്തം അധികാരം എടുത്തു കളഞ്ഞിട്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു അധികാര സ്ഥാപനം ഉണ്ടാവണമെന്നും അതൊരു വലിയ കാര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തിന് പ്രത്യേകമായിട്ടൊരു ദേവസ്വം ബോർഡുണ്ട്. നമ്മുടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന് സ്വന്തമായിട്ട് ഒരു ദേവസ്ഥാനമുണ്ട്. ആ ഒരു രീതിയിൽ ശബരിമല ഒരു പ്രത്യേക ദേവസ്ഥാനമായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാര്യം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ 40 ഞാൻ മറ്റൊരു സംശയം, ചേട്ടൻ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിനേക്കാൾ വലിയ ജനക്കൂട്ടമുള്ള പല ക്ഷേത്രങ്ങളും ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, തിരുപ്പതിയിലുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെയെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ ആ മാതൃക നമുക്ക് പിന്തുടരുന്നുള്ളൂ. ഈ കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ഭരിക്കുന്നവരും ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നവരും ഈശ്വര വിശ്വാസികളല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണം വരട്ടെ, അവരെ ആരും വിശ്വാസികളല്ല. വിശ്വാസികൾക്ക് മാത്രമേ വിശ്വാസികളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ വിശ്വാസമില്ലാത്ത കുറച്ച് പേരെ നമ്മൾ മക്കയിലോ മദീനയിലോ തീർത്ഥാടനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് പോയി. കാര്യം ഇത് വിശ്വാസപരമായിട്ട് നേരിടേണ്ട കാര്യങ്ങളിൽ വിശ്വാസം തന്നെയാണ് മരുന്ന്. അല്ല അതെ, യുക്തിവാദി പണം കണ്ടുപോവുകയാണല്ലേ? അതെ, ഇവർ യുക്തിവാദം, അവർ എതീസ്റ്റുകളാണ്. ഇവരിലെ ഇപ്പോൾ നമ്മൾ വേറൊരു ചർച്ചയിൽ നമ്മൾ എടുക്കാം, ഇവരെല്ലാം ഗാന്ധി സ്നേഹികളാണ്. അതല്ല, ഈ ദേവസ്വം ബോർഡിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കുകയാണ്. ഈ ദേവസ്വം ബോർഡിൽ തിരഞ്ഞെടുത്തവർ MLA-മാരില്ലേ, ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത എത്ര MLA-മാരുണ്ട്? ആരുമില്ല. അപ്പോൾ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ പോലും ചെയ്യാൻ താല്പര്യമില്ലാത്തവർ തിരഞ്ഞെടുക്കുന്ന ഒരു ബോർഡ്, അവർക്ക് എങ്ങനെയാണ് ഈശ്വരവിശ്വാസം ഉണ്ടാവുന്നത്? അപ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാത്ത, ഇപ്പം നമ്മുടെ മന്ത്രി തന്നെ അവിടെ ചെന്നിട്ട് കെട്ടുകാഴ്ചക്കാരനെ പോലെ നിൽക്കുന്നുണ്ട്, ഒരു ശിഖണ്ഡിയെ പോലെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. 2 കൈയും പുറകെ കെട്ടി അയ്യപ്പൻ്റെ മുമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യപ്പൻ എങ്ങേരെ അവിടെ ക്ഷണിച്ചിരുന്ന കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? ഇല്ലല്ലോ. ഇയാൾ എന്തിനാ മലയും ചവിട്ടി അങ്ങ് പോയത്? ഇന്ത്യൻ പ്രസിഡന്റ് തൊഴാൻ പറ്റും, അവർക്ക് ഇരുമുടി കെട്ടുമായിട്ട് നടയിൽ കയറാൻ പറ്റും. ഇങ്ങേര് ഇരുമുടി കെട്ടുപോലും ഇല്ല. ഇരുമുടി വേണ്ട, മന്ത്രിക്ക് വേണ്ടാന്ന് വയ്ക്കും, വിശ്വാസമില്ല. പക്ഷെ അവിടെ ചെന്ന് തൊഴാൻ ബുദ്ധിമുട്ടുള്ള ആൾ എന്തിനാണ് നടക്കി പോയി നിൽക്കുന്നത്? നമുക്ക് ഒരു വിശ്വാസമില്ലെങ്കിൽ, ഇപ്പം നമുക്ക് ഞാൻ ഇസ്ലാം മത വിശ്വാസിയല്ല, ഞാൻ ദിവസം പാളയം മുസ്ലിം പള്ളി വഴിയാണ് നടന്നു വരുന്നത്. ഞാൻ അതിനകത്ത് കയറി നിൽക്കേണ്ട ആവശ്യം എന്താ? ഒരു ജോക്കറെ പോലെ. അപ്പോൾ ഈ ജോക്കർമാർ മാറിയിട്ട് വിശ്വാസമുള്ളവരെ ഒരു ഭരണസമിതി അവിടെ ഉണ്ടാകുന്നത് വരെ ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവത്തില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മുടെ ഭക്തരുടെ സംയമനവും ഭക്തിയും മാത്രമാണ് ശബരിമലയിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതും അവിടെ അശാന്തി ഒഴിവാക്കുന്നതും. അല്ലാതെ ഇവരുടെ ആ ഒരു കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ആവശ്യം അവിടെ വേണ്ടി വരുമെന്നാണ് നമുക്ക് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.